ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു മലയാളം മൂവി തന്നെയാണ്. നമ്മളൊരു കാര്യം പറയട്ടെ, വീഡിയോ തുടക്കുമ്പോൾ തന്നെ വീഡിയോയിൽ ഒരു സ്ക്രാപ്പ് പോലെ കണ്ടേക്കാം. അത് ഫോണിൽ ചെറിയൊരു കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്നത് മാത്രം. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന ചിത്രത്തിൻ്റെ പേര് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പരീക്ഷണ ചിത്രം എന്നൊക്കെ പറയും പോലെ ആയിരുന്നു നമ്മുടെ മുമ്പിലേക്ക് എത്തിയത്. മസ്തിഷ്ക മരണം എന്നാണ് ചിത്രത്തിൻ്റെ പേര്. വ്യക്തമായി പറഞ്ഞ തലച്ചോറിന് മരണം സംഭവിക്കുക, അതിനുശേഷം സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഒരു കണ്ടൻറ്റായിട്ട് വന്നിട്ടുള്ളത്. എക്കാലത്തെയും വെറൈറ്റികൾ മാത്രം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കൃഷ്കാനന്ദാണ് ചിത്രത്തിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് മുൻ ചിത്രം നോക്കി കഴിഞ്ഞാൽ ആവാസ വ്യൂഹം, പുരുഷപ്രേതം, അവസാനം ഇറങ്ങിയിട്ടുള്ള ആവാസഘടന, കുറേ ചിത്രങ്ങളൊക്കെ അദ്ദേഹം മനുഷ്യസംഘടന അങ്ങനെ തുടങ്ങിയ ഒരുപാട് ചിത്രങ്ങളുണ്ട്. പക്ഷെ അതൊന്നും തന്നെ കാണുന്ന പ്രേക്ഷകരിലേക്ക് ഒന്നും ആവാസവ്യൂഹം അതുപോലെ തന്നെ പുരുഷപ്രേതം കുറച്ചുകൂടി വർക്കായി, ബാക്കിയുള്ള ചിത്രങ്ങളൊക്കെ ഒട്ടും തന്നെ കണക്റ്റ് ആവാത്ത പോലൊക്കെ ഒരുപാട് ചിത്രങ്ങൾ സംഭവിച്ചിരുന്നു എന്നൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ചിത്രത്തിലോട്ട് വരുമ്പോൾ പ്രധാനമായിട്ടും അദ്ദേഹം തന്നെയാണ് എൻ്റെ സ്ക്രീൻ പ്ലേയും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അതേപോലെ കാശ് നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ സമീപകാലത്ത് വെച്ച് മലയാള സിനിമയിൽ തന്നെ ഒട്ടനവധി ഒരുപാട് താരങ്ങളുള്ള ചിത്രം എന്ന് പറയാൻ വേണ്ടി സാധിക്കും. എനിക്ക് തോന്നുന്നു ഒരുപാട് താരങ്ങളുണ്ട്. എക്സ്പെഷ്യലി ഇതിൻ്റെ ക്ലൈമാക്സിൽ പോലും ഇതിൽ പകുതി മുക്കാൽ പേര് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിച്ചു തന്നെയാണ് ഏറ്റവും വലിയൊരു ഘടകമായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കാശ് നോക്കിക്കഴിഞ്ഞാൽ രജിഷ വിജയനാണ് പ്രധാനപ്പെട്ട റോൾ വരുന്നത്. അതുപോലെ തന്നെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ധീരജ്, മണിമല രാജു, അതുപോലെ തന്നെ ജഗദീഷ്, സുരേഷ് കൃഷ്ണ, നന്ദു, അതുപോലെ തന്നെ ദിവ്യപ്രഭ, ആൻ ജമീല തുടങ്ങിയ ഒരുപാട് താരങ്ങൾ, വിഷ്ണു അഗസ്ത്യ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. നമ്മുടെ കരിക്കിലെ സാമശാസ്ത്രം എന്ന് പറയുന്ന വെബ് സീരീസിൽ ചെയ്തിട്ടുള്ള ചേട്ടനൊക്കെ റോൾ ചെയ്യുന്നുണ്ട്. വേറെ ലെവലാണ്. അവരോട് നമ്മൾ പതിയെ വരാം. അപ്പോൾ അതിൽ സ്റ്റോറി കാർഡ് നോക്കുക വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറി നടക്കുന്ന ഒരു AI, അതായത് 2024 ഒരു കാലഘട്ടമാണ്. അതായത് 2040 നടക്കുന്ന ഒരു കാലഘട്ടം. ഏകദേശം നമുക്ക് 2026 ആയിട്ടുള്ളൂ. ഏകദേശം ഒരു 14 വർഷത്തോളം അപ്പുറത്തോട്ട് മുന്നോട്ട് പോകുന്ന പ്രത്യേകത ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന പ്രത്യേകത ഉണ്ട് ചിത്രത്തിന്. അപ്പോൾ ആ ഒരു തരത്തിലാണ്. അപ്പോൾ അന്നത്തെ പുതിയൊരു കാലഘട്ടം എങ്ങനെയാണ്, ഇന്നത്തെ പോലത്തെ പൈസ അല്ല, ക്രെഡിറ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ അന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഫുള്ള് ഒരു എന്താ പറയുക, ഒരു AI സംരംഭം അല്ലെങ്കിൽ ഫുൾ ഇലക്ട്രോണിക് സെറ്റപ്പ് തന്നെയാണ് കൊണ്ടുവരാൻ ശ്രമിച്ചത്. വണ്ടികളാണെങ്കിലും കാറൊക്കെ താഴത്തൂടെ പോകാണ്ട് മേലോടേക്കാണ് കാറുകളൊക്കെ പോകുന്നത്. അതൊക്കെ കാണിച്ചിട്ടുള്ളത്. ഈ പടത്തിൽ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് പറഞ്ഞത് ഫസ്റ്റ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു. അത്യാവശ്യം നല്ല കോമഡീസൊക്കെ വർക്കൗട്ട് ആകാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷ ഇല്ലാതായിരുന്നു കണ്ടത്. കാരണം ട്രെയിലർ ഒട്ടും തന്നെ എനിക്ക് വർക്കായിരുന്നില്ല. എന്ത് തേങ്ങയാവുന്നുള്ള ഒരു തരത്തിലായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫൊക്കെ നല്ല രസമായിട്ട് തന്നെ ഒരുപാട് കോമഡികളൊക്കെ വർക്കൗട്ടായിട്ട്, എസ്പെഷ്യലി നന്ദു, രജിഷ വിജയൻ, നീരജ്, മണിമുള്ള രാജു ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻസൊക്കെ വേറെ ലെവലായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് പേരെ ട്രോളുന്നുണ്ട്. നന്ദ് അതിരബി എന്ന കഥാത്തിൻ്റെ പേര് മഞ്ഞക്കിളി എന്നൊക്കെയാണ്. നമ്മുടെ നീലക്കുയിൽ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മീഡിയയെ കുറിച്ച് അറിയാം. അവർക്കുള്ള ട്രോളുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ കരിക്കിലെ ചേട്ടനുണ്ട് ഇതിൽ. അപ്പോൾ ആ ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, സാമശാസ്ത്രം പോലത്തെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളൊക്കെ ഒരുപാട് കരിക്കിലും മലയാള ഫിലിമിലൊക്കെ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ അദ്ദേഹം റോൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ആറാട്ടിൻ്റെ റോളെന്ന പോലെ തുപ്പലൊക്കെ ഒലിപ്പിച്ച് സെക്സിയാണ്, ബ്യൂട്ടിഫുള്ളാണ്, ഞാൻ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ നല്ല രീതിയിൽ തന്നെ കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ നീരജ്, മണിമുള്ള രാജുവിൻ്റെ പ്രകടനം ഒരു ഓക്കെ ലെവലായിരുന്നു, കൊള്ളാമായിരുന്നു. അപ്പോൾ രജിഷ വിജയന് ചിലയിടത്തൊക്കെ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. ചിലയിടത്തൊക്കെ ഞാൻ വെറുപ്പിക്കൽ പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര തലവേദന, ഇറിറ്റേഷൻ പിടിക്കുന്ന പോലെ എനിക്ക് തോന്നി. എസ്പെഷ്യലി ഇതിൻ്റെ ക്ലൈമാക്സിലൊക്കെ ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. ദിവ്യപ്രഭ കൊള്ളാമായിരുന്നു. ചില എക്സ്പ്രഷൻസൊക്കെ. ആൻ ജമീല വെറും വേസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു. കാരണം അവരുടെ ഹെയർ സ്റ്റൈലും ഒട്ടും തന്നെ എനിക്ക് വർക്കായാലും ഒരു കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ പോയിട്ടുള്ള ഇതിലുള്ള ഒരു കഥാപാത്രമായിരുന്നു ഒന്നത്. അപ്പോൾ സുരേഷ് കൃഷ്ണ കൊള്ളാമായിരുന്നു. നല്ല നൈസായി തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വിഷ്ണു അഗസ്ത്യ, അദ്ദേഹം ഒന്നുകൂടിയാണ് പടം ഓണാവും തന്നെ വേറെ ലെവലിലേക്ക് എത്തിക്കുന്നുണ്ട്. അവർ ജഗദീഷ് വേറെ ലെവലിലായിട്ടുള്ളൊരു പുതിയൊരു കഥാപാത്രമാണ്. നല്ല രസമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടായിട്ട് വരുന്ന 2 പോലീസുകാരായ കഥാപാത്രമുണ്ട്, പേരറിയില്ല. അത്യാവശ്യം കൊള്ളാമെന്ന് നോക്കി. നമ്മുടെ എന്താ പറയുക യൂട്യൂബേഴ്സും ഒരുപാട് താരങ്ങളൊക്കെ ഉള്ള ഒരു ചിത്രം തന്നെയാണ്. അപ്പോൾ ഈ 2040 കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴുള്ള അന്നത്തെ ഒരു കാലഘട്ടം മെയിനായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിന് പ്രധാനമായിട്ടൊരു കണ്ണിന് നോക്കുക വെച്ചെങ്കിൽ, അതായത് ഒരു മനുഷ്യൻ്റെ സമ്മതം കൂടാതെ, അതായത് ഒരു ഗെയിമാണ്, ഒരു ഡാറ്റ, അതായത് ഒരു വേറെ വ്യക്തിയുടെ
അനുപാതം കൂടാതെ അല്ലെങ്കിൽ ആ ഡാറ്റയുടെ കുറച്ച് കളക്ഷൻസൊക്കെ ശേഖരിച്ച് ഒരു പുതിയൊരു യന്ത്രം, ഒരു AI പോലത്തെ യന്ത്രം ഉപയോഗിക്കുന്നു. അപ്പോൾ ആ മനുഷ്യനിൽ സംഭവിച്ച മനുഷ്യൻ നമുക്ക് കട്ട് ചെയ്യപ്പെടുന്നു. എക്സാമ്പിൾ പറയാൻ നമ്മളൊരു വ്യക്തിയെ ഇപ്പോൾ കാണണം എന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ കല്യാണം കഴിക്കുമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ വേറെ പലത് ചെയ്യണമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ എന്താണ് ലൈഫിൽ സംഭവിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നിപ്പിക്കുന്നു, ഒരു സാങ്കല്പികമായിട്ട്. അപ്പോൾ ഇങ്ങനൊരു യന്ത്രം ഉപയോഗിച്ചിട്ട് നമ്മളങ്ങോട്ട് ചിന്തിച്ച് കൂട്ടാണ്. അതാണ് ഇതിന് പ്രധാനമായിട്ട് കണ്ടൻറ്റായി വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അങ്ങനെ ഒരു കണ്ടന്റ് ചിന്തിക്കുമ്പോൾ പലർക്കും പല പല അനുഭവങ്ങളായിരുന്നു. പക്ഷെ ഒരു വ്യക്തിക്ക് മാത്രം കുറച്ച് കൊലപാതകങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിന് അദ്ദേഹം കുറച്ച് പിന്നെ ത്രില്ലിംഗ് മൂഡിലോട്ട് പോകുന്നു. ആരായിരിക്കാം, എന്തായിരിക്കാം അതിന് കാരണമെന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. എങ്ങനെയായിരിക്കും അവനെ സംരക്ഷിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പടം പിന്നീട് വേറെ ട്രാക്കിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രസമായിട്ട് തന്നെ വർക്കൗട്ട്, ഞാൻ പറഞ്ഞല്ലോ, എക്സ്പെഷ്യലി എനിക്കിൻ്റെ ഫസ്റ്റ് ഹാഫ് നല്ല തന്നെ വർക്കൗട്ട് ആവാൻ ചെയ്യിച്ചു. സെക്കൻഡ് ഹാഫും അതേ കണ്ടിന്യൂ കൂടെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ചില ഭാഗത്ത് നല്ല ലാഗിങ്ങും മടുപ്പും അനുഭവപ്പെടുന്നു. റിപ്പീറ്റ് അടിച്ച് കാണുന്ന പല പല സീൻസും കൊള്ളാമായിരുന്നില്ല. പിന്നെ എനിക്ക് പടത്തിൽ ആ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് പറയുന്നത് ക്ലൈമാക്സ് ആയിരുന്നു. ഒട്ടും തന്നെ എനിക്ക് ഇറിറ്റേഷൻ അടിച്ച പോലെ തോന്നിച്ചാൽ കോടതിയിൽ നടക്കുന്ന കുറച്ച് സീൻസൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ പല പല ഭാഗങ്ങളിൽ ജഡ്ജിയെ കയറിയിട്ട് ബ്രോ അങ്കിളെന്നൊക്കെ വിളിക്കുന്നുണ്ട്, ജഡ്ജിയെ കയറിയിട്ട്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു നമ്മൾ ആസ്വദിച്ച് കാണാൻ പറ്റി. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഈ രജിഷ വിജയൻ്റെ വെറുപ്പിക്കലും, അതുപോലെ തന്നെ വിഷ്ണു ഹസ്റ്റ്, അതുപോലെ തന്നെ നീരജ് മണിയുള്ള രാജീവ്, ദിവ്യപ്രഭ തുടങ്ങിയവരൊക്കെ വക്കീലൊക്കെ ആയിട്ട് അങ്ങോട്ട് കൊണ്ട് വാദങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. കാരണം ഇറിറ്റേഷൻ അടിച്ചിട്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഇതിൽ ഓവർ റൈറ്റിംഗ് എനിക്ക് തോന്നുന്നു രജിഷ വിജയൻ്റെ ഒരു കഥാപാത്രമായിരിക്കാം. രജിഷ ഞാൻ പറയില്ല, ചില ഭാഗത്തൊക്കെ കൊള്ളാൻ പാടുന്നു. പക്ഷേ അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യലൊരു നടിയായിട്ടാണ് പടത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു കഥാപാത്രം പല പല ആംഗിളിൽ നിന്ന് പല പല മാറ്റങ്ങളിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ അവരൊരു ചിന്താഗതി അല്ലെങ്കിൽ ഒരു നെഗായിട്ടുള്ളൊരു കഥാപാത്രമായിട്ടാണ് അവർ വന്നിട്ടുള്ളത് പടത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും ആ പല ഭാഗത്തും അവരുടെ എക്സ്പ്രഷൻസ് ഓക്കെ ലെവലായിരുന്നു. പിന്നീട് ചിലതൊക്കെ വെറുപ്പിക്കലുണ്ട്. എക്സ്പെഷ്യലി പറമ്പിൽ വെച്ചുള്ളൊരു അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ആളഞ്ഞ സ്ഥലത്ത് വെച്ചൊരു സീൻസ് ഉണ്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറേ ട്രോൾ മെറ്റീരിയൽസ് പലർക്കും ട്രോളി കൊടുക്കുന്നുണ്ട്, പല പല ഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറയുമ്പോൾ ക്ലൈമാക്സിലെ അവരെ കുറച്ച് അങ്ങോട്ട് കൊണ്ട് വാദങ്ങളും തോക്കെടുത്ത് എന്തൊക്കെയോ അടിച്ച് കവിട്ടുന്നുണ്ട്. അതൊക്കെ എനിക്കൊട്ടും തന്നെ വർക്കായിരുന്നില്ല. പിന്നീട് പടം ശ്രദ്ധിച്ചാൽ മാത്രമാണ് ഇതിൽ മനസ്സിലാവുള്ളൂ എന്ന കാര്യമുണ്ട്. കാരണം ഇതിൻ്റെ പടത്തിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഫസ്റ്റ് പാർട്ടിൽ സംഭവിച്ചിട്ടുണ്ടാവുക, അതൊരു എൻഡോട് കൂടിയിട്ടാണ് അവസാനത്തെ അറിയാമല്ലോ. അതായത് ഒരു കഥ എഴുതിയിട്ട് എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് അറിയാത്തൊരു സ്ഥിരം പരിപാടിയാണ് ഇതിനടുത്ത സെക്കൻഡ് പാർട്ടിക്ക് വേണ്ടി കൊണ്ടെത്തിക്കണം, അല്ലെങ്കിൽ അത്രയും രസമായിട്ട് കൊണ്ടെത്തിക്കണം. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഈ കോടതിയിലുള്ള സീൻസൊക്കെ വെറുപ്പിലും കാര്യങ്ങളായതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയില്ല. പിന്നെ പെട്ടെന്ന് വേറൊരു ഭാഗം കാണിക്കുന്നു, ഒരു ഉറക്കത്തുനിന്ന് എണിച്ചുള്ള ഭാഗം പോലെ കാണിക്കുന്നു. സ്വപ്നമായിരുന്നോ എന്ന് ചോദിക്കുന്നു. പിന്നെ ഡോറ് തുറക്കുന്നു, പടം അവസാനിക്കുന്നു. ഇതിനുള്ള ഉത്തരം രണ്ടാം ഭാഗത്തിൽ കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഇതിന് എൻഡിങ് കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ക്ലൈമാക്സ് സീൻസ് ഒട്ടും തന്നെ എനിക്ക് വർക്കായാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറയാൻ സാധിക്കുള്ളൂ. ബാക്കിയെല്ലാം ഒരു ഓക്കെ ലെവൽ തന്നെയായിരുന്നു. ഈ അവസാന ഭാഗമാകും കൊണ്ട് തന്നെ നമുക്ക് പല പല അല്ലെങ്കിൽ ലോജിക്ക് നോക്കിയിട്ട് കാര്യമില്ല. പടത്തിൽ എന്താ പറയുക, ഒരു 2040 കാലഘട്ടമാണ് തന്നെ അവരെടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്നത്തെ ഒരു നമ്മൾ പുതിയൊരു യുഗത്തിലേക്ക് ചെന്നെത്തിപ്പെട്ടുള്ള ഒരവസ്ഥ, പുതിയൊരു യൂണിവേഴ്സാണ്. ഇടയ്ക്കൊക്കെ എവിടെയോ നമ്മുടെ ലോകം കാണുന്ന പോലെ തന്നെ സെറ്റപ്പും പരിപാടി തന്നെയായിരുന്നു. എൻ്റെ കടൽ ഗ്രേഡിങ് കാണും, സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ ലെവലിലോട്ട് അത്യാവശ്യം നല്ല ഫീല് തരുന്നുണ്ട്. ഞാൻ പറഞ്ഞ കോമഡീസ് വർക്കൗട്ടാണ്. പ്രകടനങ്ങളെല്ലാവരും ഒരുവിധമൊക്കെ നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പാട്ടുകളൊക്കെ കൊള്ളാമായിരുന്നു. ഒക്കെയും ഒരു മെനക്കാണ്ട് പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ക്ലൈമാക്സിൽ വരുന്ന ഒരു കോട്ട് സീൻസൊക്കെ ഉണ്ട്. അത് എനിക്കിവിടെ തന്നെ ഇഷ്ടപ്പെടാതെ പോയി വെറുപ്പിക്കലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തലവേദന പിടിച്ചിട്ടുള്ള ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നുന്നുണ്ടെന്നുള്ളൂ. ഒരു പക്ഷേ ഇതിൻ്റെ മാത്രം അഭിപ്രായമായിരിക്കാം, ചിലർക്ക് വർക്കാവാതിരിക്കാം. എന്തായാലും നിങ്ങളുടെ ഈ അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ പടത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന പരിപാടിക്കായിരിക്കും. ബൈ.